അപ്പോൾ നമുക്കിനി ഒരു മിമിക്രി കണ്ടാലോ? മിമിക്രി ഇഷ്ടമല്ലേ? നമ്മൾ അഭിനന്ദിൻ്റെയൊക്കെ മിമിക്രി കണ്ടതുപോലെ, അഭിനവിൻ്റെ മിമിക്രി കണ്ടതുപോലെ. അഭിനവ് വന്നാട്ടെ, നമുക്കൊരു മിമിക്രി കൂടെ കാണാം. നമുക്ക് ഒരു കലാകാരനുണ്ട്, അഞ്ജിത്ത് എന്ന കലാകാരൻ. ഇത്തവണ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് എ ഗ്രേഡ് കിട്ടിയ കലാകാരനാണ്. കോഴിക്കോടാണോ? കോഴിക്കോട് നിന്നുള്ള മറ്റൊരു മിമിക്രി കലാകാരനാണ്. സ്കൂൾ ഏതാ? GHSS കുറ്റ്യാടിയിലെ ഏത് ക്ലാസ്? +2 വിദ്യാർത്ഥിയായ അംജിത്ത് അല്ലേ? അഞ്ജിത്താണ് നമുക്കൊപ്പം ഉള്ളത്. അഞ്ജിത്ത് ഒരു മിമിക്രി കലാകാരനാണ്. ഇത്തവണ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. വേറൊരു കലാകാരനുണ്ട്. ഇത് മിമിക്രി ആണെങ്കിൽ ഇത് അലൻ വരയാണ് അല്ലേ? അദ്ദേഹം നാവ് കൊണ്ടും അദ്ദേഹം കൈകൊണ്ടുമാണ്, ശബ്ദം കൊണ്ടും കൈകൊണ്ടുമാണ്. ഒരു മനോഹരമായിട്ടുള്ള ചിത്രം വരച്ചിട്ടുണ്ട്. ഇത് വരച്ചത് അലനാണോ? വെരി ഗുഡ്. എന്താണ് ഈ ദൃശ്യം, ഒന്ന് വിശദീകരിക്കാമോ? ഇത് പുകവലി ഒരാൾ സിഗരറ്റ് ഒരാൾക്ക് കൈമാറുമ്പോൾ അയാൾ ചിന്തിക്കുന്നതാണ്. ഇപ്പം വെഞ്ഞാറമൂടിൽ നടന്ന സംഭവമില്ല, അതിനെക്കുറിച്ച് അത് ആലോചിക്കണം. അതെ അതെ. ഇത് വേണോ വേണ്ടയോ അത് സ്മോക്കിലൂടെ അയാൾ ആലോചിക്കുകയാണ്. അപ്പോൾ കയ്യിൽ മാലയുണ്ട് അല്ലേ, പണമുണ്ട്. മുത്തശ്ശിയുടെ മാല പൊട്ടിച്ചെടുത്തതുണ്ട്, അവിടുന്ന് അത് പണയം വെച്ചിട്ടുള്ള പണമുണ്ട്. പിന്നീട് അയാൾ ബാറിൽ പോയി മദ്യപിച്ച് പുകവലിച്ച് വരുന്നതുണ്ട് അല്ലേ. അപ്പോൾ ലഹരി എങ്ങനെയാണ് ഒരു വലിയ കുടുംബത്തെ നശിപ്പിച്ചത് എന്നുള്ളതാണ്. ഇവിടെ കാമുകിയെ കൊന്നിട്ടിട്ടുണ്ട്, ഉമ്മയുടെ തലക്കടിച്ചതിൻ്റെ ദൃശ്യങ്ങളുണ്ട് അല്ലേ. അലൻ്റെ വരയാണ്. അലൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ +2 കഴിഞ്ഞു. ഏത് സ്കൂള്? ഇപ്പം GHS കുറ്റ്യാടി. അപ്പോൾ GHS കുറ്റ്യാടിയിലെ 2 കലാകാരന്മാരാണ്. ഒരാൾ വര കൊണ്ടും മറ്റൊരാൾ ശബ്ദം കൊണ്ടും അനുഗ്രഹീതരായ കലാകാരന്മാരാണ്. ഇങ്ങനെയൊക്കെ എത്രയോ ടാലൻ്റുള്ള കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ കുഞ്ഞുങ്ങളാണ്. എപ്പോഴെങ്കിലും ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരത് ഉപയോഗിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അവർ തരുന്ന സമയത്ത് എങ്ങനെയാണ് അതിൽ നിന്നൊരു പ്രതിരോധം സൃഷ്ടിച്ചത്? ഇത് വേണ്ട, ഉപയോഗിക്കേണ്ടതില്ല. അത് എൻ്റെ അച്ഛനൊന്നും അങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന ആളല്ല. അത് തന്നെയാണ് എൻ്റെ ഒരു മാതൃക. അല്ലേ? അപ്പോൾ നിങ്ങൾ പറയാറില്ലേ ഇതൊന്നും ഉപയോഗിക്കരുത്, എന്തിനാണ് ഇത് വലിച്ചു കയറ്റുന്നതെന്ന് ചോദിക്കാറുണ്ട്? ചോദിക്കാറുണ്ട്. അത് കേൾക്കത്തില്ല. ഇത് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ട്. അല്ല, എൻ്റെ പരിസരത്ത് തന്നെയുള്ള വീട്ടിലുള്ള ആളെല്ലാം കണ്ടിട്ടുണ്ട്. അവരുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കും. അതെ. ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലാതെ പോകുന്നു. ഇതാണ് അലൻ പറഞ്ഞതുപോലെ. അപ്പം അലൻ ഒരു ചിത്രകാരനാണ്. അപ്പോൾ നമുക്ക് അഞ്ജിത്തിലേക്ക് വരാം. അഞ്ജിത്ത് ഇത്തവണ ഏറ്റവും കൂടുതൽ കൈയ്യടി കിട്ടിയ പെർഫോമൻസ് ചെയ്ത അഞ്ജിത്തിന്? ഞാൻ അധികം ചെയ്തത് ഈ മുണ്ടക്കൈയിലെ ഒരു ദുരന്തമായിരുന്നു. നമുക്കൊന്ന് ചെയ്താലോ? ചെയ്തേക്കാം. അപ്പോൾ അഞ്ജിത്തിൻ്റെ ഒരു കലാപ്രകടനം. അപ്പോൾ അത് നമ്മളിപ്പോൾ ന്യൂസ് കാണുന്ന പോലെയും. നമസ്കാരം. പ്രധാന വാർത്ത. വയനാട് ജില്ലയിലെ മുണ്ടക്കൈയിൽ വൻ ഉരുൾപൊട്ടൽ. കേരളത്തിൽ ആദ്യമായിട്ട് ഇത്ര വലിയ സംഭവം നടക്കുന്ന ദൃശ്യങ്ങളിലേക്ക്. പലതിനു വേണ്ടി മല്ലിടുന്ന മാനവർ ഇത്തരം ദുരിതങ്ങൾ എല്ലാം മറന്നുകൊണ്ട് ഒന്നിച്ചു നിന്ന് കൈകോർത്തു. മനസ്സൊന്നാവട്ടെ. നന്ദി, നമസ്കാരം. ഓക്കെ, ഇതെങ്ങനെ അടിപൊളിയല്ലേ? ഹെലികോപ്റ്റർ അതേപോലെ വരുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ കൊള്ളാം. അപ്പോൾ അഞ്ജിത്തെ കലാകാരൻ ഗംഭീരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ എ ഗ്രേഡ് കിട്ടിയ പ്രകടനമായിരുന്നു അഞ്ജിത്തിൻ്റേത്. അപ്പം